CPM-ഉം BJP-യും തമ്മിൽ ഒരു ധാരണയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് ഒരു വ്യാപകമായ ഒരു ആരോപണമുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂരിൽ. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് കരുതുന്നു? അതായത് കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലാകമാനം CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീല് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്നാണ് കോൺഗ്രസും UDF-ഉം പറഞ്ഞു വെക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. CPM വോട്ടുകൾ കുത്തനെ BJP-യിലേക്ക് പോയി എന്നാണ് ഇത് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമുക്ക് ചില ഡിവിഷനുകളുടെ കണക്കെടുത്ത് പരിശോധിക്കാം. കണ്ണൂർ കോർപ്പറേഷനിലെ ടെമ്പിൾ ഡിവിഷൻ, അതായത് 2015-ൽ 225 വോട്ട് ലഭിച്ച CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും 89 വോട്ട് മാത്രമാണ്. 2015-ൽ 225 വോട്ട് ലഭിച്ചിരുന്നു, 2020-ൽ അത് 145 വോട്ട് ലഭിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വെറും 89 വോട്ട് മാത്രമാണ് അവിടെ CPM ലഭിച്ചത്. തുളിച്ചേരിയിൽ 2015-ൽ 1114 വോട്ടാണ് CPM ലഭിച്ചത്. 2020-ൽ 1028 വോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ 2025-ലേക്ക് എത്തുമ്പോൾ 567 വോട്ട് മാത്രമാണ് CPM ലഭിച്ചത്. ഓരോ തവണയും കുത്തനെ CPM-ന്റെ വോട്ട് തുളിച്ചേരിയിൽ കുറഞ്ഞു എന്നാണ് കണക്കുകൾ കണ്ട് നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ CPM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കൊക്കേൻപാറ, കണ്ണൂർ കോർപ്പറേഷനിലെ കൊക്കേൻപാറ ഡിവിഷനിൽ ഇത്തവണ BJP-യാണ് വിജയിച്ചത്. അവിടെ CPM 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. കഴിഞ്ഞ തവണ CPM-ന് 827 വോട്ട് ലഭിച്ചെങ്കിൽ ഇത്തവണ അത് 562 കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓരോ വാർഡുകളും പരിശോധിച്ചാൽ CPM-ന്റെ വോട്ടിലെ ഈ കൈമാറ്റം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. അതായത് കൃത്യമായി CPM-ന് കുറഞ്ഞ വോട്ടുകൾ മുഴുവൻ BJP-യുടെ പെട്ടിയിലേക്കാണ് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോർപ്പറേഷൻ പിടിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വലിയ പ്രസ്താവനകളും അല്ലെങ്കിൽ വലിയ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയെന്ന് CPM അവകാശപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് CPM-ന്റെ വോട്ടുകൾ വ്യാപകമായി BJP-യുടെ പെട്ടിയിലേക്ക് പോവുകയും BJP-ക്ക് ഇത്തവണ കോർപ്പറേഷനിൽ മികച്ച വിജയം ലഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. തൊട്ടുപുറത്ത് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ CPM-ന്റെ വോട്ടുകൾ BJP-ക്ക് പോയതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് CPM-ന്റെ മേയർ ആയിരുന്ന ബീന ഫിലിപ്പിന്റെ വാർഡിൽ ഇത്തവണ ജയിച്ചത് BJP-യാണ്. അത്തരത്തിൽ BJP-ക്ക് 14 സീറ്റാണ് കോഴിക്കോട് കോർപ്പറേഷൻ ലഭിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രമായ കോഴിക്കോട് നഗരത്തിൽ പാറോപ്പടിയിലും മാവൂർ റോഡിലും ഉൾപ്പെടെ CPM സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയും അവിടെ BJP ജയിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തു. ചാലപ്പുറം വാർഡിൽ BJP ജയിച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് തൊട്ടപ്പുറത്ത് എറണാകുളത്ത് തൃക്കണ്ണാർ വട്ടം പോലെയുള്ള CPM-ന് ശക്തമായ സ്വാധീനമുള്ള സ്ഥലത്ത് ഇത്തവണ CPM ആണ് ജയിച്ചത്. BJP-യാണ് ജയിച്ചത്. തൃശൂർ കോർപ്പറേഷനിൽ CPM-ന്റെ സിറ്റിംഗ് വാർഡുകളിൽ BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞു. കൊല്ലം കോർപ്പറേഷനിൽ അതേപോലെ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി BJP ജയിക്കുന്നു. ഏറ്റവും വലിയ ഒരു വോട്ട് കച്ചവടം നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന്റെ സിറ്റിംഗ് സീറ്റുകൾ അടക്കം കോൺഗ്രസും BJP-യും പിടിച്ചെടുക്കുമ്പോൾ CPM അവിടെ 2-ാം സ്ഥാനത്ത്, പല സ്ഥലത്തും BJP ജയിച്ച സ്ഥലത്ത് കോൺഗ്രസ് വരുമ്പോൾ BJP-ക്ക് അവിടെ ജയിച്ചു വരികയും CPM-ന്റെ സീറ്റുകൾ BJP പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും കേരളത്തിലാകമാനം CPM BJP ഡീൽ നടന്നിട്ടുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇത് കോർപ്പറേഷന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ കണക്ക് നമ്മൾ വ്യക്തമാക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും അടക്കം ഇത്തരത്തിൽ വ്യാപകമായ വോട്ട് ചോർച്ച CPM-ന് ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ പോയത് BJP-യുടെ പെട്ടിയിലേക്കാണ്. അവിടെ ഹൈന്ദവ വോട്ടുകളുടെ ഒരു വലിയ വിഭാഗം BJP-ക്ക് ലഭിക്കാതിരുന്ന CPM-ന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ വോട്ടുകളുടെ ഒരു വലിയ വോട്ട് വിഹിതം BJP-യുടെ പെട്ടിയിലേക്ക് എത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ്. CJP മുന്നണി എന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിക്കുന്ന ആ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും BJP-യെ എതിർക്കാൻ കോൺഗ്രസ് മാത്രമേ ഇനി ഉള്ളൂ എന്നൊരു സ്ഥിതിവിശേഷമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം CPM ആരോപിക്കുന്നത് കോൺഗ്രസും BJP-യും തമ്മിലാണ് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായത് എന്നാണ് CPM ആരോപിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ? അത് കാലാകാലങ്ങളായി CPM തങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ കോൺഗ്രസും BJP-യും തമ്മിൽ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഏതെങ്കിലും ഒരു ഇത്തരത്തിൽ ഒരു കണക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണക്ക് കൊണ്ടുവരാൻ CPM-ന് കഴിയുമോ എന്ന് ചോദിച്ചാൽ CPM-ന് കഴിയില്ല. കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം CPM വോട്ടുകൾ BJP-യിലേക്ക് പോയി. അവിടെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് കുത്താൻ അറച്ചിരുന്ന അല്ലെങ്കിൽ വോട്ട് കുത്താൻ തയ്യാറാകാതിരുന്ന CPM-ന്റെ ആളുകൾക്ക്
താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയും എന്നത് ഇത്തവണ തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് CPM ഇപ്പോൾ പറയുന്നത് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കുമ്പളങ്ങി പഞ്ചായത്തിന്റെ വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ അവിടെ CPM-ഉം BJP-യും CPM-ഉം കോൺഗ്രസും ബലാബലം നിൽക്കുന്ന ഒരു പഞ്ചായത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഏത് തരത്തിലാണ് BJP കോൺഗ്രസിനെ സഹായിച്ചതെന്ന് CPM പറയണം. അവിടെ കോൺഗ്രസിന്റെ സീറ്റാണ് നമ്മൾ എടുത്ത് പരിശോധിക്കണം. ഇത്തരത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഇടങ്ങളിലെല്ലാം ഇവിടെ BJP-യെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ജയിച്ചതെന്ന് അവർ പറയുകയാണ്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാലാകാലങ്ങളായി CPM പറയുന്ന ഒരു കാര്യം മാത്രമാണ് കോൺഗ്രസ് BJP-യുടെ സഹായം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ BJP-യുടെ കൃത്യമായ സഹായം ലഭിച്ചത് CPM-നാണ്. CPM BJP രഹസ്യ ബന്ധമുണ്ട്. അതായത് മുഖ്യമന്ത്രി, മകൻ തുടങ്ങിയവരെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട അവരുടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റഡാറിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ BJP-യെ സഹായിക്കുക എന്നത് CPM-ന്റെ ഒരു അജണ്ടയായിരുന്നു. BJP ദേശീയ നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സഖ്യം ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിന് ശക്തി പകരുന്ന തരത്തിൽ കേവലം 21 വയസ്സുകാരിയെ മേയറാക്കി, തങ്ങളിതാ ഒരു ചെറുപ്പക്കാരിയെ മേയറാക്കി എന്ന് കൊട്ടിഘോഷിച്ച തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ പദവി BJP-യുടെ തളികയിൽ താലത്തിലെത്തിച്ച് CPM നൽകിയിരിക്കുകയാണ്. അല്ല, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ജനവികാരം പൊതുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയാവട്ടെ, തിരുവനന്തപുരത്തായാലും മേയറുടെ ഇതുവരെയുള്ള ചെയ്തികൾ, അതെല്ലാം നോക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം പൊതുവെ ഉണ്ട് എന്ന് തന്നെ കരുതാൻ കഴിയും. അപ്പൊ ആ ഒരു BJP-ക്കായാലും ശരി, UDF-നായാലും ശരി, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് CPM BJP ബാന്ധവമുണ്ട് എന്ന് ആരോപിക്കേണ്ടതിന്റെ ഒരു കാര്യം? തീർച്ചയായും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ പോലും BJP-ക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം കുറവാണ്. കാരണം ഒരു നഗരസഭ എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ, അവിടെ ഒരു വാർഡോ 2 വാർഡോ ജയിച്ചാൽ അധികാരത്തിലേക്ക് BJP-ക്ക് എത്താൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾക്കറിയാം. അവിടെ CPM-ന് ബദൽ ആരെന്ന് ചോദിച്ചാൽ CPM-ന് ബദൽ കേരളത്തിൽ കോൺഗ്രസ് മാത്രമാണ് എന്നത് ഏതൊരു കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിനും UDF-നും അനുകൂലമായി കേരളത്തിൽ മാറിയത്. അവിടെയാണ് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ, അതായത് CPM-ന്റെയും BJP-യുടെയും ലക്ഷ്യം കോൺഗ്രസ് ഇല്ലാത്ത കേരളമാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP ഒരു ഭാഗത്ത് കഷ്ടപ്പെടുമ്പോൾ കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടിയാണ് CPM പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ CPM-നുള്ള ഒരു ഓപ്ഷൻ BJP-യെ ജയിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ കേഡർ വോട്ടുകൾ കോൺഗ്രസിനെതിരായി, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരായി, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെതിരായി, RSPക്കെതിരായി, RMPക്കെതിരായി അത് BJP-യുടെ പെട്ടിയിലേക്ക് വീഴുന്നത്. വടകര നഗരസഭ CPM-ന്റെ ശക്തി കേന്ദ്രമായ പ്രദേശമാണ്. അവിടെ ഇത്തവണ BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞു. കൊയിലാണ്ടി നഗരസഭയിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് BJP-യാണ്, അവിടെ CPM അല്ല. അവിടെ CPM-ന് യാതൊരു കാരണവശാലും ജയിക്കാൻ കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഡിവിഷനിൽ അവർ BJP-ക്ക് അനുകൂലമായി വോട്ട് മറിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ VM നിയാസ് എന്ന് പറയുന്ന കോഴിക്കോട് മേയറായി കോൺഗ്രസ് കണ്ടുവച്ചിരുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. അവിടെ ജയിച്ചത് BJP-യാണ്. അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ CPM BJP-ക്ക് വോട്ട് മറിച്ചു. ഇത്തരത്തിൽ അവിടെ BJP-ക്ക് ജയിച്ച ഒരു പഞ്ചായത്തോ നഗരസഭയോ ജില്ലാ പഞ്ചായത്തോ ഭരിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് വരുമ്പോൾ CPM-ന്റെ ആളുകൾ അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJP-ക്ക് വോട്ട് നൽകിയാണ്. ഏറ്റവും ഒരു പ്രത്യക്ഷമായ ഉദാഹരണം, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടന്നപ്പോൾ യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ചത് BJP-യാണ്. K. സുരേന്ദ്രനായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത സമരമാണ് നടന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമയത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം വരുന്നത്. CPM-ന്റെ മുൻ MLA ആയിരുന്ന വ്യക്തി, ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന പശ്ചാത്തലത്തിൽ ഒരു സമരം കേരളത്തിൽ നടത്താൻ BJP-ക്ക് തയ്യാറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം അവിടെ CPM BJP ഡീലിന്റെ ഭാഗമായി CPM-ന് ദോഷമായി വരുന്ന, അല്ലെങ്കിൽ CPM-ന് ഹാനികരമാകുന്ന ഒരു സമരരംഗത്തേക്ക് BJP ഇറങ്ങിയിട്ടില്ല. അവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമരം നടത്തിയത് കോൺഗ്രസ് ആണ്. ഇവിടെ പച്ചയായ BJP CPM ഡീലുണ്ട്. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ 10 സീറ്റിൽ ജയിപ്പിച്ചു കൊടുക്കാമെന്നാണ് ആ കരാറിന്റെ ലക്ഷ്യം. ആ കരാറിനെ കേരളം ഏത് രൂപത്തിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ എഴുതി തള്ളുമെന്നാണ് നമുക്കിനി അറിയാനുള്ളത്.